നമുക്ക് ഇതിനകത്ത് ഇപ്പോഴും മരണസംഖ്യ സംബന്ധിച്ച കാര്യങ്ങളിൽ അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും ഇല്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇതിൽ കൊല്ലപ്പെട്ട മരിച്ചവരിൽ ഒരാളായ കർണാടക ശിവമോഗ സ്വദേശി മഞ്ജുനാഥ റാവുവിൻ്റേതാണ്. അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ചിത്രീകരിച്ച ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വേദനാജനകമാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നതെങ്കിൽ പോലും. ഇതിൽ മഞ്ജുനാഥ റാവുവും അദ്ദേഹത്തിൻ്റെ പത്നിയുമാണ്. അവർ ആ തടാകത്തിലൂടെ പോകുന്നപ്പോൾ ചിത്രീകരിച്ചതാണ് ഈ ദൃശ്യങ്ങൾ. ഏറ്റവും സുന്ദരമായ ആ പ്രദേശത്തെ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് അത് വേദനയുണ്ടാക്കുന്ന ദൃശ്യങ്ങളായി മാറിയിരിക്കുന്നു. ആ അപകടത്തിൽ, ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാളായി അദ്ദേഹം മാറി എന്നതാണ്. വിനീത വിജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. NIA ആസ്ഥാനത്തിന് ദാൽ തടാകത്തിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിനീത വിജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് NIA ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീത, ഇനി അടുത്ത ആക്ഷൻ പ്ലാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരവാദികളാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ വിജയകുമാർ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അത് റെസിസ്റ്റൻസ് ഫോഴ്സ് ഫ്രണ്ട്, അവരുടെ ഫാൽക്കൺ സ്ക്വാഡ് എന്നത് വളരെ കുപ്രസിദ്ധയാർജിച്ചതാണ്. അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്ന ഒരു വിഭാഗമാണ് അവർ എന്ന് നേരത്തെ പറഞ്ഞു. NIA ഈ ആക്രമണത്തിൻ്റെ സ്വഭാവത്തെ എങ്ങനെയായിരിക്കും വിലയിരുത്തുക? തുടർ ആക്ഷൻ പ്ലാൻ എന്തൊക്കെയായിരിക്കും? എന്താണ് NIA ആസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്? അതിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്താണ് വിനീത? ജിക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഡൽഹിയിലെ NIA ആസ്ഥാനത്ത് ഇപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നാളെ രാവിലെയോടുകൂടി തന്നെ പ്രത്യേക സംഘം ഈ പഹൽഗാമിലേക്ക് എത്തിച്ചേരും. പ്രത്യേക സംഘം തന്നെയായിരിക്കും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണവും നടത്തുക. ഇപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ NIA ആസ്ഥാനത്തുണ്ട്. ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലാണ് ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും ഈ ഭീകരാക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഉടനടി തന്നെ ഈ പ്രശ്നബാധിത മേഖലയിൽ ഈ ശ്രീനഗറിലേക്ക് എത്തണമെന്ന പ്രധാനമന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ശ്രീനഗറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി പ്രത്യേക യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കേസിന്റെ അന്വേഷണം, ഈ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം NIAക്ക് കൈമാറിയിരിക്കുന്നത്. NIA ആയിരിക്കും ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുക. നേരത്തെ തന്നെ GK സൂചിപ്പിച്ചതുപോലെ ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രാദേശിക സംഘടനയാണ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു ഈ വേനലവധിയാണ്. ഈ വിദേശികളും വിനോദസഞ്ചാരികളും ഒക്കെ കൂടുതലായി ജമ്മു കാശ്മീരിലേക്ക് എത്തുന്ന ഒരു കാലം കൂടിയാണ് ഈ ഒരു ഏപ്രിൽ, മെയ് എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടം, ഈ ഒരു മാസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം പല മേഖലകളിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കഴിഞ്ഞ 2 മാസത്തെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോഴും ഈ അതിർത്തി മേഖലകളിലും ഒക്കെ അടക്കം ഈ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടാകാറുണ്ട്. തുടർന്ന് ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ശക്തമായി സൈന്യം പലതവണ തിരിച്ചടിച്ചതുമാണ്. പക്ഷേ ഇങ്ങനെ ഈ സാധാരണക്കാർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം അത് ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇങ്ങനെ ഉണ്ടാകാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീകരർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരു ദയയും കൂടാതെ ഭീകരർക്ക് നേരെ കടുത്ത നടപടി എടുക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. സംയുക്ത സേന ഇപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിക്ടർ ഫോഴ്സ് ആ മേഖലയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ ഒളിഞ്ഞിരിക്കുന്ന ഭീകരരെ കണ്ടെത്തുന്നതിനും അവർക്കെതിരെ ഉടനടി ആക്ഷൻ എടുക്കുന്നതിനും കരുത്തുറ്റ സൈന്യമാണ്. ഇത് കൂടാതെ തന്നെ ജമ്മു കാശ്മീരിന്റെ പോലീസ്, ഇങ്ങനെയുള്ള വിവിധ സംയുക്ത സേനയുടെ നേതൃത്വത്തിൽ ഈ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. NIA ആസ്ഥാനത്ത് പ്രത്യേകമായിട്ടുള്ള യോഗം ചേർന്നിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും നാളെ ഈ പഹൽഗാമിലേക്ക് പോവുക. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 ഈ ഭീകരാക്രമണം ഉണ്ടാവുന്നത്. നേരത്തെ വിജയകുമാറും ദിലീപ് കുമാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണിത്. ഇവിടെ നിന്ന് ഈ പരിക്കേറ്റ ആളുകളെ പോലും അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമാണ്. ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് 27 പേർ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ ജമ്മു കാശ്മീർ സർക്കാരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈനിക വൃത്തങ്ങളോ ഒന്നും അത്തരത്തിലേക്കുള്ള ഔദ്യോഗിക കണക്കുകൾ എന്ന തരത്തിലേക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും കർണാടക, ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക്
പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേർ വിദേശികൾ ഈ കൊല്ലപ്പെട്ടവരിൽ ഉണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. പരിക്കേറ്റ നിരവധി പേർ ചികിത്സയിലാണ്. ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സാ സഹായം അടക്കം ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പഹൽഗാമിലെ ഈ മേഖല ഇപ്പോൾ പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് ആയിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. NIA ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും ഈ തുടരന്വേഷണങ്ങൾ ഉണ്ടാവുക. നാളെ തന്നെ NIA സംഘം പഹൽഗാമിലേക്ക് യാത്ര തിരിക്കും. കൃത്യമായിട്ടുള്ള അവലോകനം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയിട്ടുമുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി അമിത്ഷായുമായി സംസാരിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മേൽനോട്ടത്തിലായിരിക്കും മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോവുക. GK. ശരി, NIA ആസ്ഥാനത്ത് നിന്ന് വിനീത VG സുപ്രധാനമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. NIA പ്രത്യേക സംഘം ആ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ആക്രമണം നടന്ന പ്രദേശത്തേക്ക് അദ്ദേഹം എത്തും. ഭീകരാക്രമണം നടത്തിയ സൈനിക വേഷത്തിലെത്തി ഭീകരാക്രമണം നടത്തിയവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ആ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ അതല്ലെങ്കിൽ ആ മേഖലയിൽ കഴിയുന്നവരിൽ മലയാളി സംഘങ്ങളുമുണ്ട്. അവരിൽ ഒരാളായിരുന്നു നേരത്തെ നമ്മളോട് സംസാരിച്ച നവ്യ, കണ്ണൂർ സ്വദേശിനിയാണ്. ഇതുപോലെ നിരവധി പേർ പലയിടങ്ങളിലായി ഉണ്ടാകും. പക്ഷേ ആ മേഖലകളിലൊക്കെ തന്നെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. നിലവിൽ അവർ സുരക്ഷിതരാണ് എന്ന് അവരുടെ ബന്ധുക്കളെ അറിയിക്കാൻ കൂടി ഈ സമയം നമ്മൾ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ ആരൊക്കെ, എത്ര പേർ എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളോ വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. NIA ഇതിന്റെ അന്വേഷണത്തിലേക്കും തുടർ നടപടികളിലേക്കും കടക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. പ്രധാനമന്ത്രി സൗദി സന്ദർശനത്തിലാണുള്ളത്. അദ്ദേഹം അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ എന്തൊക്കെ എന്നുള്ളതാണ്. തിരിച്ചടിക്കേണ്ടതാണ്, ഇത് ഉടനടി തിരിച്ചടിക്കണം എന്നാണ് മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ AK ആന്റണി ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറിവില്ലാതെ ഇതുപോലൊരു ഭീകരാക്രമണം നടക്കില്ല. കശ്മീരിന്റെ സാമ്പത്തികാവസ്ഥയെ ദുർബലപ്പെടുത്തുക, കാശ്മീരിന്റെ സമാധാന അന്തരീക്ഷത്തെ ഇല്ലാതാക്കുക, രാജ്യത്തെ വെല്ലുവിളിക്കുക, ഇതാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് മുൻ കേന്ദ്രമന്ത്രി ശ്രീ AK ആന്റണി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അപലപിച്ചിരിക്കുന്നു. ശക്തമായ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ തത്സമയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന ഔദ്യോഗികമായ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കണം.